ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ബ്രസീലിലാണ് ഉള്ളത്. ബ്രസീലിൽ ഫോസിഗാസു എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫാൾ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഫോസിഗാസുവിൽ തന്നെയാണ് സ്ഥലത്തിൻ്റെ പേരും അത് തന്നെയാണ്. നാച്ചുറൽ വേൾഡ് വണ്ടേഴ്സിലുള്ള ഒരെണ്ണമാണ് ഈ ഞാൻ പോകാൻ പോകുന്ന വാട്ടർഫാൾ. സോ അതിന് ആദ്യം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. അവിടെ കുറേ ആൾക്കാരുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഭയങ്കര പീക്ക് സീസണൊന്നുമല്ല, പക്ഷെ എന്നാലും എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. എൻട്രി ഫീ തന്നെ നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എത്രയാണെന്ന് എക്സാക്റ്റ് എനിക്കറിയില്ല, അവിടെ പോയിട്ട് നോക്കണം. സോ ഞാൻ ടിക്കറ്റ് എടുക്കണം. ഇന്ന് ഇതേ വെയിലൊക്കെ ഉണ്ട് കേട്ടോ. വെയിൽ കാണുമ്പോൾ തന്നെ സമാധാനം. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. ഇന്നലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല, നല്ല ടയർഡായിരുന്നു. ഞാൻ റെസ്റ്റ് എടുത്തു. പകലെനിക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് രാത്രി വരെ കടിച്ചു പിടിച്ചിരുന്നിട്ട് രാത്രിയാണ് ഉറങ്ങിയത്. അപ്പോൾ രാവിലെ മൊത്തം ഞാൻ ഒന്നും ചെയ്യാണ്ട് റെസ്റ്റ് എടുത്തു. എവിടെയും പോയതൊന്നുമില്ല, കാരണം നല്ല തണുപ്പും മഴയായിരുന്നു. ഇവിടെ മഴ പെയ്താൽ തന്നെ നല്ല തണുപ്പ് കൂടും. ഇപ്പോൾ ഇതേ നല്ല വെയിലാണ്. വെയിലുണ്ടായിട്ട് തന്നെ ശരിക്കും നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ ഇങ്ങനെ ഓരോ ഫ്ലാഗ് ഉണ്ടാവും കേട്ടോ. ഇവിടെ ഓരോ സ്റ്റേറ്റിനും ഫ്ലാഗ് ഉണ്ട്. ഇവിടെ കുറേ സ്റ്റേറ്റ് ഉണ്ട്. നമ്മളെ നാട്ടിൽ 28 സ്റ്റേറ്റ് ഉള്ള പോലെ ഇവിടെ ഓരോ സ്റ്റേറ്റ് ഉണ്ട്. ഇത് സ്റ്റേറ്റ് ഓഫ് പരാന എന്ന് പറയും, സ്റ്റേറ്റ് ഓഫ് സാൻ പോളോ, സ്റ്റേറ്റ് ഓഫ് റിയോ ഡെ ജനീറോ, അങ്ങനെ ഓരോ സ്റ്റേറ്റാണ് ഉള്ളത്. അങ്ങോട്ട് പോയി നോക്കട്ടെ. എനിക്ക് തോന്നുന്നു വണ്ടി എന്തോ എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാനിതാ ബാഗെല്ലാം ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ഹോസ്റ്റലാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹോസ്റ്റൽ, നല്ല വൈബാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ബ്രസീലിൻ്റെ കളി ഉണ്ട് കേട്ടോ. വേൾഡ് കപ്പൊക്കെ തുടങ്ങിയതല്ലേ. ഇന്ന് ബ്രസീലും മൊറോക്കോൻ്റെയും കളിയാണ്. ഇന്ന് ഇവിടുത്തെ സമയം 7 മണിക്കാണ്. നമ്മുടെ നാട്ടിൽ അത് വെളുപ്പിനായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് 7 മണിക്ക് എല്ലാവരും കളി കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. എല്ലാവരും കളി കാണുന്ന തിരക്കിലായിരിക്കും. അയ്യോ, നല്ല ക്യൂ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കാനായിട്ട് ഒന്നും മനസ്സിലാവുന്നേ ഇല്ല. മൊത്തത്തിൽ നല്ല തിരക്കുണ്ടല്ലോ. ഇതിലെവിടെയാണ് പോയി ചോദിക്കണം. എനിക്ക് തോന്നുന്നു ഓൺലൈനിലൊക്കെ ടിക്കറ്റ് എടുക്കുക ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇത് ബസ്സിൽ എൻട്രി ചെയ്യാനുള്ളതാണോ? അവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്, വിസിറ്റർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം. എന്താ, എനിക്ക് തോന്നുന്നു ഇതൊരു ബസ്സിലേക്ക് എൻട്രി ചെയ്യാനുള്ള അത്രയും തിരക്കാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ബ്രസീലിലെ അത്രയും ഫേമസ് ആണ്. ബ്രസീലിൽ മാത്രമല്ല, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫാളാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്കാണെങ്കിൽ വാട്ടർഫാൾസ് ഭയങ്കര ക്രേസാണ്. സോ നമുക്കിവിടെ ചോദിച്ചു നോക്കാം കേട്ടോ. ഇംഗ്ലീഷ് അറിയുമായിരിക്കും എന്തായാലും. ഇവിടെ അതിൻ്റെ എന്തോ ബ്രൗഷർ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഇഗാസു നാഷണൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ചോദിച്ചോട്ടെ. അവിടെ പറഞ്ഞത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ടിക്കറ്റ് പോയിട്ട് എടുക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ കുറേ മെഷീൻസ് കാണുന്നുണ്ട്. ഇവിടെ ക്യൂ നിൽക്കാതിരിക്കാനാവുന്നതേ. ഇവിടെ കുറേ മെഷീൻസ് കാണുന്നുണ്ട്. അതിൽ പോയിട്ട് നമ്മൾ തന്നെ ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കണം. നോക്കട്ടെ, അതിൽ കാർഡ് മാത്രമാണോ ക്യാഷ് മാത്രമാണോ എന്താണെന്ന്. കാർഡായാലും ക്യാഷ് ആയാലും കയ്യിലുണ്ട്. പോയി നോക്കട്ടെ കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ ടിക്കറ്റ്സ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ കണ്ടോ, അഡൽട്ട് 134 റിയാൽ വരുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കണം. 134 റിയാൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി ഒരു 1600 കേട്ടോ. ചൂസ് യുവർ ആക്സസ് ടൈം ടു ദ പാർക്ക്. ഇപ്പോൾ സമയം എന്തായി? ഇപ്പോൾ സമയം 12 മണിയായി. 12 മണിയായി. അപ്പോൾ 1:30ക്കാണ് പിന്നെ ഉള്ളത്. അതാണ് ഫസ്റ്റ് ഉള്ള ടൈം. സോ അത് ചൂസ് ചെയ്ത്. ഇതെന്താ? നോ താങ്ക്സ്. എന്തൊക്കെയോ എക്സ്ട്രാ സംഭവങ്ങളാണ്. നോ താങ്ക്സ്. ഇതെന്താ? നോ താങ്ക്സ്. അതൊക്കെ ഓരോ സംഭവങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ കുറേ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ പൈസയാണ് വരുന്നത്. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് പേ ചെയ്യട്ടെ കേട്ടോ. ഇപ്പോൾ സമയം 12 മണിയായിട്ടുള്ളൂ. 1:30 വരെ എനിക്ക് ടൈമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ വായും വിളിച്ചിരിക്കണം. ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇതാണ് ടിക്കറ്റ് കണ്ട ടൈം എഴുതിയേക്കുന്നത്. ഗ്രൂപ്പ് 16, 1:30 അങ്ങനെ ഓരോ ടൈം ഉണ്ട് കേട്ടോ. അത് ബസ്സിൽ വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ 10 മിനിറ്റ് പിന്നെ അവിടെ പോയിട്ട് ക്യൂ നിൽക്കണം. സോ അപ്പോഴാണ് വരുന്നത്. ഇന്ത്യൻ റുപ്പി ഒരു 2600 രൂപയാണ് വരുന്നത് ഇതിൻ്റെ എൻട്രി ഫീ. ഇനി 1.5 മണിക്കൂർ ഞാനിവിടെ വാ പൊളിച്ചിരിക്കണം ഒറ്റയ്ക്ക്. അത് കഴിഞ്ഞിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ കറങ്ങി കാണാനുണ്ടെന്ന് തോന്നുന്നു. എനിക്കിത് ഇവിടെ 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഹായ്. Hello. Hola.
¿Cómo estás? Estoy bien. അവന് കുറച്ച് സ്പാനിഷ് അറിയാം, കുറച്ച് ഇംഗ്ലീഷ് അറിയാം. Hola. ഇത് ഗുസ്താവോ ഫിലിപ്പും ഗുസ്താവോയും. അപ്പം ഞാൻ അവരോട് സംസാരിച്ച് അവർ ടിക്കറ്റ് കാണിച്ചു തന്നു. ഷോ മീ യുവർ ടിക്കറ്റ്. നോക്ക്, അവർക്ക് വെറും 26 ഒരാൾക്ക് പോകാനായിട്ടുള്ളൂ. എനിക്ക് ആയിട്ടുള്ളത് 134. Because you are student here and you are in Brazil. Yeah. That's the reason. I live here, Brazil. That's the reason. I am foreigner. Yeah. That's why. Next year. Yeah. So അതുകൊണ്ട് എനിക്ക് 5 ടൈംസ് ഇരട്ടിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ വെറുതെ ചോദിച്ചത്, എനിക്ക് അറിയാമായിരുന്നു അവർക്ക് ടിക്കറ്റ് പ്രൈസ് കുറവായിരിക്കും ബ്രസീലിലായതുകൊണ്ട്. പക്ഷെ എന്നാലും ഇത്രയും ഡിഫറൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് കമ്പനിയൊക്കെ അടിച്ചതാ. ഞാൻ പവർ ബാങ്ക് എല്ലാം കൊടുത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പവർ ബാങ്ക് എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോൺ ഓഫ് ആവാനായിട്ടുണ്ടായിരുന്നു. അവരുടെ വീട് ഇവിടുന്ന് ഒരു 1 hour അപ്പുറമാണ്. സോ നമ്മൾ ഒരുമിച്ച് പോകാമെന്ന് ഓർത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ടൈം 1:30 ആയിരുന്നു, അപ്പോൾ ഇവരുടെ ടൈം 1 മണിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരുമിച്ച് പോകാമെന്ന് ഓർത്ത് ഇവിടെ സംസാരിച്ച് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. സോ അരമണിക്കൂർ എനിക്ക് ലാഭിക്കാനും പറ്റി, ഇവരുടെ കൂടെ പോകാനും പറ്റി. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ യു ഗോയിങ് ടു സഫാരി. How much safari? It's in Rio? Yeah, Brazil? It's R$385. How much? It's like $50. $50. Yeah. Okay. സഫാരിക്ക് ഇവർക്ക് തന്നെ $50 വരുന്നുണ്ട്. Or $1,000. Nah. 1,000? Oh no, 1,000 is big. Oh no. അവന് കുറച്ച് ഇംഗ്ലീഷ് അറിയുള്ളൂ, അതുകൊണ്ടാണ് ഭയങ്കര ഇതായിട്ട് ഡൗട്ടായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാകെ 26 ബ്രസീലിയൻ പൈസയാണ് ആയിട്ടുള്ളൂ, ലൈക്ക് ഇതിന് എൻട്രി ഫീ ആയിട്ട്. അപ്പോൾ അവർ സഫാരി എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത് പോയിട്ട് കാണാം. ഇപ്പം നയാഗ്ര വാട്ടർഫാൾസിൽ നമുക്ക് പോയിട്ട് അടുത്തുനിന്ന് കാണാൻ പറ്റില്ല, അതുപോലെ ഇത് അടുത്ത് പോയിട്ട് കാണാൻ പറ്റും. എനിക്ക് എടുക്കണമെങ്കിൽ ഇതിന് വീണ്ടും ഇരട്ടി പൈസ കൊടുത്തിട്ട് എടുക്കണം, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഓൾമോസ്റ്റ് $100. ഓക്കെ, $100 വരുന്നത്. ഇവർക്ക് തന്നെ അത്രയും വരുന്നുണ്ട്. ഇപ്പോൾ എനിക്കതിൻ്റെ ഇരട്ടി വരും. $100 എന്ന് പറഞ്ഞാൽ തന്നെ 9,000 10,000 ഇന്ത്യൻ റുപ്പി ആയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ദൂരെ നിന്ന് പോകുള്ളൂ, ബോട്ടിലൊന്നും പോയിട്ട് അടുത്തുനിന്ന് കാണുന്നില്ല. ഇത് ബസ്സിലേക്ക് കയറാനുള്ളൊരു ക്യൂ ആണ് ഈ കാണുന്നത്. ഇത്രയും ആൾക്കാർ, ലോട്ട്സ് ഓഫ് പീപ്പിൾ. സോ ഞാനിങ്ങനെ സംസാരിച്ച് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ ഡീറ്റെയിൽസ് എല്ലാം. നമ്മളിതാ ബസ്സിൽ കയറിയിട്ടുണ്ട്, പക്ഷെ അവന് യു ഹാവ് ടു ഗോ അതർ പ്ലേസ്. അവന് വേറെ സ്ഥലത്ത് പോകണം, കാരണം അവര് വേറെ ടിക്കറ്റ് കൂടെ എടുത്തിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകണം. ഇവരുടെ ആ സെയിം പ്രൈസായിരുന്നു എനിക്ക് പോയായിരുന്നു, പക്ഷെ എനിക്ക് ഓൾറെഡി അതിന് പോകണമെങ്കിൽ എക്സ്ട്രാ നല്ല പൈസ കേട്ടോ. നമ്മൾ ബാക്കിലാണ് ഇരിക്കുന്നത്. യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് സോ അത് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ആ ഏരിയയിലൂടെ നമ്മൾ പോകുന്നത്. ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ബസ്സിൽ കയറും. ബസ് ഉണ്ട് ഏറ്റവും ബാക്കിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് ലൈക്ക് എന്തോരം നീളാൻ നോക്കിയേ. സോ ഇങ്ങനെ കാടെല്ലാം കണ്ടിട്ട് ഇങ്ങനെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ലൈക്ക് വാട്ടർഫാളിന് അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഭയങ്കര പൈസയാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോവാത്ത കേട്ടോ. ലൈക്ക് എന്ന് വെച്ചാൽ ക്ലോസ് ആയിട്ട് ബോട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. ബ്രസീലിൽ വന്നിട്ട് 2.5 ആഴ്ച കഴിഞ്ഞു, പക്ഷേ എന്നാലും എനിക്ക് പെട്ടെന്ന് പോയ പോലെയാണ് തോന്നുന്നത്, എവിടെയും പോവാത്ത പോലെ. കാരണം ബ്രസീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളുകളാണെങ്കിലും നല്ല സ്നേഹവും ഹോസ്പിറ്റാലിറ്റി, ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അടിപൊളി ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ അറിയില്ല, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നടക്കാനുള്ള ട്രെയിലാണോ ഇതെന്താ സംഭവം എന്നറിയില്ല. അതെ, അവിടെ ആൾക്കാർ നടന്നൊക്കെ വരുന്നുണ്ട്. ബസ്സിൽ പോകാത്തവർക്ക് എനിക്ക് തോന്നുന്നു നടന്നും പോകാൻ പറ്റും എന്നുള്ളത്. ബസ്സിൽ കുറേ പോകാനുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു തിരിച്ചു വരുമ്പോഴും ബസ്സിൽ വരണം തോന്നുന്നു. ഇനി ബസ്സിൽ വരണ്ട എന്നുള്ളവർക്ക് നടന്നു വരാനും ഓപ്ഷൻ ഉണ്ട്, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നിൽ നടന്നോ അല്ലെങ്കിൽ ബസ്സിൽ തന്നെ പോകാൻ പറ്റും. ഇപ്പം നമ്മൾ ബസ്സിൽ പോയാലും ഇല്ലെങ്കിലും നമ്മൾ ഈ പൈസ തന്നെ കൊടുക്കണം, നടന്നു പോകാനാണെങ്കിൽ പോലും. ഇവിടെ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണല്ല. ഞാൻ ക്രൈസ്റ്റ് റെഡീമർ പോയപ്പോഴും സെയിം ആയിരുന്നു. ലൈക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ വീണ്ടും ബസ്സെല്ലാം എടുത്തിട്ട് പോകണമായിരുന്നല്ലോ. എനിക്കിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം തന്നിട്ടുണ്ട് കേട്ടോ. ഒബ്രിഗാദ. Empanadas or qué? Empanadas? Sí. Empanadas തന്നെയാണ്. Latino empanadas. Mucho famous. Sí. Asado. ഞാനിത് കഴിച്ചോട്ടെ. Carne. ബീഫാണ്. Cheddar. ചീസ് Cheese cheddar. ചീസ്
അവരിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കാരണം അവർക്ക് ബോട്ടിൽ പോകാനുള്ളത് കൊണ്ട് ഇവിടെ നിന്നാണ് പോകേണ്ടത്. എനിക്കിവിടെ ഇറങ്ങാനായിട്ടില്ല, ഇനിയും കുറേ പോകണം തോന്നുന്നു. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ബോർഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്താ ഹാറ്റ്, നല്ല ഷൂസ് ഇടാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇതെന്താ നടക്കാനുള്ള വഴികളൊക്കെ പ്രോപ്പറായിട്ട് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പാട്ട് വെക്കരുത്, പിന്നെ ഡോഗ്സിനെ ഫീഡ് ചെയ്യരുത്, മൃഗങ്ങളൊന്നും ഫീഡ് ചെയ്യരുത്, വെള്ളം ബോട്ടിലിടരുത്, അങ്ങനത്തെ സിഗരറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്, ഡ്രോൺ യൂസ് ചെയ്യരുത്, തോക്ക് യൂസ് ചെയ്യരുത്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇനി 1.5 കിലോമീറ്റർ നടക്കണം. 1.5 കിലോമീറ്റർ നടന്നിട്ട് പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് ബസ് ഇവിടെ അല്ല, അവിടെ തിരിച്ച് കഴിയുമ്പോൾ നമ്മൾ എക്സിറ്റ് സ്ഥലത്താണ് ഉണ്ടാവുക. അപ്പോൾ അവിടെയാണ് ഇതാക്കേണ്ടത്. എനിക്ക് മതി, ഇത് ഫുഡ് ഓൾമോസ്റ്റ് തീരാനായി, ഇത് ഇത്രയും കൂടെ ഉള്ളൂ. ഇതാണ് നടന്നു പോകുന്ന വഴി. നമുക്ക് ഇവിടുന്ന് തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് വാട്ടർഫാൾസിൻ്റെ, കാരണം അത്രയും വലിയ വാട്ടർഫാൾസാണ്. ദൂരെ നിന്നത് കാണുന്ന വാട്ടർഫാളാണ് ഇത് കേട്ടോ. ആ ബോട്ടിൽ സഫാരി പോയി കഴിഞ്ഞാൽ എവിടെ എത്തുകയെന്നറിയോ? കണ്ടോ, അവിടെ അതിൻ്റെ അറ്റം വരെ പോവും. ഇപ്പോൾ മഴ പെയ്തിട്ട് വെള്ളത്തിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല വൈറ്റ് കളറ് വെള്ളം ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് ആ കളറ് മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട്. ആ ബോട്ടിൽ അറ്റം വരെ പോകാനാണ് $100 മേടിക്കുന്നവർ. നോക്ക്, വാട്ടർഫാളിൻ്റെ പ്രോപ്പർ സീസൺ അല്ല ഇപ്പോൾ, എന്നിട്ട് പോലും ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കി, ഏതൊക്കെ സൈഡിൽ നിന്നാ നാച്ചുറൽ വണ്ടർ തന്നെ സത്യം പറഞ്ഞാൽ. ഏതൊക്കെ അറ്റത്ത് നോക്കി, ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും മൊത്തം ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയുണ്ടോ. കളറ് കണ്ടോ, വെള്ളത്തിൻ്റെ ചെളി കളറാണ്, കാരണം മഴ പെയ്യുന്നത് കൊണ്ട്. അവിടെ അതേ കണ്ടോ, ഈ അറ്റം വരെ ഉണ്ട്. നോക്ക്, ഇവിടെ മുതൽ അങ്ങനെ കറങ്ങി ഇത്രയുണ്ട്. നമ്മളിപ്പോൾ ഇനി 1.5 കിലോമീറ്റർ അങ്ങോട്ട് ദേ മുകളിലേക്ക് അങ്ങനെ നടന്നു പോകാനുള്ള വഴി കാണുന്നുണ്ട്. നടന്നു വേണം അങ്ങോട്ട് പോകാനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നടന്നിട്ട് അതിൻ്റെ ആ അറ്റം വരെ എത്തും തോന്നുന്നുണ്ട്. കണ്ടോ, അവിടെ നോക്കിയേ, കുറേ ആൾക്കാർ ആ അറ്റത്ത് പോയി നിന്നിട്ട് നനയുന്നൊക്കെയാണ് ഞാൻ കേട്ടത്, എനിക്കറിയില്ല. പോയി തന്നെ നോക്കണം. എന്ത് രസമാണ് നോക്ക്, ഭയങ്കര അടിപൊളി. ഇവിടുന്ന് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ട, ആ ബോട്ടിൽ ആ അറ്റം വരെ പോകുന്നത്. അവിടെ വരെ നമ്മൾ പോവില്ല കേട്ടോ, അത് അർജന്റീനയാണ്. ഈ വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ 3 രാജ്യത്ത് ഉള്ളത്, അർജന്റീനയിലും പറുഗ്വായിലും പിന്നെ ബ്രസീലിലും. അതിൻ്റെ ബോർഡറിലായതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് അവിടം വരെ കുറേ ദൂരം ഉണ്ടല്ലോ, എങ്ങനെ അങ്ങോട്ട് പോകുന്ന ആലോചിച്ചപ്പോഴാണ്. അപ്പോൾ അർജന്റീനയിൽ നിന്നാണെങ്കിൽ അത്രയും വ്യൂ കിട്ടൂല. അവിടെ കണ്ടോ, ആ ഫ്ലാഗ് കണ്ടോ, ആ ഫ്ലാഗ് കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഉറപ്പിച്ചത് ഞാൻ അങ്ങ് ദൂരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അർജന്റീനേൻ്റെ ഫ്ലാഗ്. അപ്പോൾ അർജന്റീനയിൽ നിന്നുള്ളവർക്ക് ശരിക്കും വ്യൂ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ലായിരിക്കും. കണ്ടോ, നമുക്ക് കറക്റ്റ് ഇവിടുന്ന് ബ്രസീലിനാണ് ഏറ്റവും കൂടുതൽ അത് കാണാൻ രസം, കാരണം അതിൻ്റെ വ്യൂ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ അർജന്റീനയിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ശരിക്കും കാണാൻ പറ്റില്ലല്ലോ, ആ സൈഡ് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ ഇവിടെ നിന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. സോ ഇത് വിസിറ്റ് ചെയ്യുന്നവരെപ്പോഴും ടൈം നോക്കിയിട്ട് വിസിറ്റ് ചെയ്യാം. ഈ ഒരു ടൈമിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓവർഫ്ലോയും ഉണ്ടാവില്ല, എന്നാൽ കളറിൻ്റെ ഒക്കെ മാറ്റമുണ്ട്, കണ്ടിന്യൂസ്ലി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ഏതോ ടൈമിലാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ വിസിറ്റ് ചെയ്ത ടൈമിൽ ഇങ്ങനെ ആയിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, അടിപൊളിയാണ്. എനിക്ക് പിന്നെ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാണ് കേട്ടോ. നമുക്ക് എന്ത് രസം, അതിങ്ങനെ ഒഴുകി വീഴുന്ന് കാണാൻ തന്നെ അടിപൊളിയാണ്. പക്ഷെ എത്രയോ ദൂരെയാണ്, നമ്മൾ ഇത്രയും ദൂരെ നിന്ന് ഇതെല്ലാം കാണുന്നത്. ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അർജന്റീനയും ബ്രസീലും മാത്രമേ ഉള്ളേ. അർജന്റീനക്കാർക്കുള്ള വ്യൂ അതും ബ്രസീലിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന വ്യൂ എനിക്ക് ഇവിടെ നിന്നുമാണ്. ഞാൻ വിചാരിച്ചു ഇത് പറുഗ്വായിലും കൂടി ഉണ്ടെന്ന്. പറുഗ്വായിൻ്റെ ബോർഡർ തൊട്ടപ്പുറം ഉണ്ട്, പറുഗ്വായ് തൊട്ടപ്പുറയാണെന്നേ ഉള്ളൂ. പക്ഷേ ഈ വാട്ടർഫാളിൻ്റെ വ്യൂ അല്ല ഇത് കാണാൻ പറ്റുന്നതോ, ഈ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മളുടെ വിക്ടോറിയ ഫാൾസ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് വാട്ടർഫാൾസ് ആണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ സാംബിയയും സിംബാബ്വേയും ഉണ്ട്, ഞാൻ സാംബിയയിലാണ് കണ്ടത്. അതുപോലെയാണ് ഇത്, ബ്രസീലും അർജന്റീനയിലും ഉണ്ട്, ഞാൻ ബ്രസീലിൽ നിന്നാണ് കണ്ടത്. അന്ന് ഞാൻ പിന്നെ ഏറ്റവും മുകളിൽ പോയിട്ടൊക്കെ നിന്ന്, എഡ്ജ് ഓഫ് ദ എന്താ ഡെവിൽ എഡ്ജ് എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു ഇതായിരുന്നു ഞാൻ അടിപൊളിയായിട്ട് കണ്ടത്. അതായിരുന്നു ഞാൻ പോയതിൽ ഏറ്റവും എൻ്റെ ബെസ്റ്റ് ഫേവറേറ്റ് വാട്ടർഫാളും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസും. അത് ഇതേപോലെ ബോട്ടിലൊക്കെ പോകുമായിരുന്നു, പക്ഷെ താഴെ നല്ല മുകളിലാണ് നമ്മൾ ബോട്ടിൽ പോയിട്ട് മുകളിൽ അറ്റത്ത് പോയിട്ടിരിക്കുന്നത്. ഇത് ഈ സാധനം എന്താണ്, ഈ സാധനമാണ് കഴിഞ്ഞ ദിവസം അവിടെ ചത്ത് കിടന്നത്. ഞാൻ ലിഫ്റ്റ് അടിച്ച് നടുറോട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഇതിനെയാണ് കണ്ടത് കേട്ടോ. പക്ഷെ ഇത് കുറച്ച് ചെറുതാണ്, ഞാൻ കണ്ടത് ഭയങ്കര വലുതായിരുന്നേ. ഇതിനൊന്നും ഫീഡ് ചെയ്യരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ ചെറുത്. കൊച്ചു കരയാണ്, ഈ കൊച്ച് എന്നിട്ട് കമ്പനി ആയിരുന്നു.
എന്താ അവര് അർജന്റീനക്കാരാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേക്കാം. ഇത് കുറച്ചുകൂടെ വലുത്, ഇത് കുറച്ച് ചെറുത്. നല്ല രസമുണ്ട്. അണ്ണാനാണോ? വലിയ അണ്ണാന്റെ കുടുംബക്കാർ വല്ലതാണോ? വാല് കണ്ടിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കണം. അയ്യോ ഇത് മടിയിലൊക്കെ വന്ന് നോക്കണ്. അടിപൊളി. ടച്ച് ചെയ്തെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചേച്ചി പോയി ടച്ച് ചെയ്യുന്നുണ്ട്. കാണുമ്പോ നമുക്ക് ടച്ച് ചെയ്യുന്ന അത് കണ്ട അതിന്റെ കൂർത്ത മുഖം വെച്ചിട്ട് അതിങ്ങനെ കുത്തി നോക്കുമോ? കണ്ട 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 കൂർത്തിരിക്കണ തിന്നണ കണ്ട, കുഴിക്കുന്ന കണ്ട. അത് നോയിക്കോട്ടാ, ഇപ്പൊ കാണാം. കുഴിക്ക് ചെറുതാ, ഇത് ഭയങ്കര ചെറുതാ. എല്ലാത്തിനെയും കണ്ട് ഭയങ്കര അതിശയമായിട്ടിരിക്കും. നോക്കണ്ട, അത് നോക്ക്, ഉള്ളിലിങ്ങനെ കുത്തി ഇതാക്കി കഴിക്കുന്നത്. അതിന്റെ കൈയും കാലും നഖങ്ങളൊക്കെ ഭയങ്കര ഷാർപ്പാണ്. ഭയങ്കര കൂർത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എന്തായിരിക്കും തിന്നണത് എനിക്കറിയില്ല. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും കുറേ ഉണ്ട്. ഇതേ ഡ്രസ്സും ബാഗൊക്കെ പോയി നോക്കണ്. അണ്ണാന്റെ പോലെ നമ്മളെ നാട്ടില് അണ്ണാൻ കൊരങ്ങനെ കാണുന്ന പോലെ ഇവിടെ ഈ സാധനത്തെ കാണുന്ന കേട്ടോ. നല്ല രസമുണ്ട്. അത് എടുക്കാൻ വേണ്ടി പോയല്ലേടാ കള്ളക്കുട്ട. ഞാൻ ചാറ്റ് GPT നോക്കിയ സമയത്ത് ചാറ്റ് GPT പറയുന്നത് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലോ ഉള്ളത്. ഇപ്പോൾ ഫ്ലോ ഭയങ്കര കുറവാണ്. ഏറ്റവും ഫ്ലോ കുറവുള്ള സമയത്താണ് ഇത്ര അധികം വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ. പിന്നെ ഏകദേശം ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ ഉണ്ട്. ആ അറ്റം മുതൽ ഈ അറ്റം വരെ പരന്ന് കിടക്കുക. 2.5 കിലോമീറ്റർ നീളത്തിൽ പരന്ന് കിടക്കുന്നത്. അത്ര അധികം ഉണ്ടേ. ആ സൈഡിൽ നോക്കിയേ റെയിൻബോ എല്ലാം കാണുന്നുണ്ട് കേട്ടോ. വാവ്, ഇത് തീരുന്നില്ല കേട്ടോ. ഇത് അതിൻ്റെ ഒരു സൈഡ് മാത്രം. ഞാൻ ആ നേരത്തെ ഇവിടുന്ന് കണ്ട് ഇങ്ങനെ കറങ്ങി 2.5 കിലോമീറ്റർ വെറുതെ ഇത്രയും ഇത് കണ്ടോ. അവിടെ നോക്കി ഞാൻ സൂം ചെയ്ത് കാണിച്ചേ. അവിടെ കണ്ടോ റെയിൻബോ. എനിക്ക് കൊണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ ഒന്നുകൂടെ കാണാം. ഇത് ഓരോ സൈഡിലും ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുക കേട്ടോ. ശരി, ഇതുപോലൊരു വാട്ടർഫോൾ ഞാൻ കണ്ടിട്ടില്ലേ. നയാഗ്ര ഇതുപോലെ ഭയങ്കര വലുതാന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും പരന്ന് ഇത്രയും നീളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല രസമുണ്ട്. റെയിൻബോയും അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇത് ആ ഒരു അറ്റം മുതൽ ഈ അറ്റം വരെ ഉണ്ട്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ ആണ് ഇത്. 2011 7 വേൾഡ് വണ്ടേഴ്സിൽ ഇടം പിടിച്ചത് ഈ ഒരു വാട്ടർഫോള്. എവിടെ നോക്കിയാലും വലിയ വാട്ടർഫോൾ. ഇത് നോക്ക്, ഇത് കുറച്ചും കൂടെ അടിപൊളിയായിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു റെയിൻബോയും കുറച്ചുകൂടെ നല്ല ക്ലിയർ വിഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നോക്ക്, ഓ അടിപൊളി. കണ്ടോ, വെള്ളം കുറവായിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ഇതിപ്പോൾ ഇവിടെ അല്ലേ ഒഴുകുന്നുള്ളൂ. ഇത്രയും നല്ല ഫോഴ്സിൽ ഒഴുകുന്നുണ്ട് കേട്ടോ. കണ്ടോ, അവിടെ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ബ്ലറായതല്ല, എൻ്റെ വീഡിയോ ബ്ലറായതല്ല കേട്ടോ. അത് ആ ഒരു സാധനം വന്നിട്ട് ബ്ലർ പോലെ തോന്നുന്നയാ. നമുക്ക് ആ അറ്റം വരെ പോയിട്ട് നമുക്ക് നടക്കാം. അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ബ്രസീൽ സൈഡിൽ നിന്നുള്ള വ്യൂ അടിപൊളി. ഇവിടെ മൊത്തം വെള്ളം നിറയും. ഇവിടെ പച്ചപ്പ ഉണ്ടാവില്ല, മൊത്തം വെള്ളമായിരിക്കും വെള്ളം കൂടുതലുള്ള സമയത്ത്. ആ അറ്റം വരെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ട്. അങ്ങോട്ട് ഇനി നടന്നു പോകണം. ആ മൃഗത്തിൻ്റെ പേര് വച്ചി എന്നാണ്. അത് നമ്മളെ നാട്ടിലില്ല, അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ സൗത്ത് അമേരിക്കയിൽ മാത്രം കാണുന്നൊരു മൃഗമാണത്. ഇത് നോക്കിയ എന്തോരം വലുതാണെന്ന്. എൻ്റെ മോനെ സീന്. ഈ വെള്ളം കുറവായിട്ടാണ് ഇങ്ങനെ എല്ലായിടത്തും ഒഴുകി വരുന്നത് കേട്ടോ. അത് മഴ പെയ്തുകൊണ്ടാണ് കളർ ഇങ്ങനെ ചെളിയായിട്ടുള്ളത്. അല്ലെങ്കിൽ വൈറ്റ് കളർ ആവേണ്ടതാ. കണ്ടോ, എന്തോരം ആൾക്കാരാ അവിടെ പോയി നിൽക്കാൻ തന്നെ സ്പേസ് ഇല്ല. അത്രേ ഉണ്ട്. ഇത് എത്ര ആ സൈഡൊന്നും ഇപ്പൊ കാണുന്ന പോലും ഇല്ലല്ലോ. എന്നാലോചിക്ക്, 2.5 കിലോമീറ്റർ ഇങ്ങനെ പരന്ന് കിടക്കുക എന്ന് പറയണത് ഈ ലോകത്ത് വേറൊരു വാട്ടർഫാളിനും ഇല്ല. എവിടുന്നൊക്കെയാ വെള്ളം ഒഴുകി വരുന്നത്. ഇതിന്റെ ശരിക്കും ഒരു നാച്ചുറൽ വണ്ടർ തന്നെ. ഞാൻ വണ്ടറായിട്ട് നിൽക്കുകയാണ് ഈ വണ്ടർ കണ്ടിട്ട്. ഞാൻ റെയിൻകോട്ട് എടുത്തിടാൻ വേണ്ടി പോവാണ്. കാരണം റെയിൻകോട്ട് ഇട്ടില്ലെങ്കിൽ മൊത്തം ഫുള്ള് നനയും. അപ്പം ഞാനിതാ റെയിൻകോട്ട് എൻ്റെ ഉണ്ട് ഓൾറെഡി, അതെടുത്തിടാൻ വേണ്ടി പോവാണേ. ഇവിടുന്ന് മേടിക്കാനും കിട്ടും, കുറേ പേര് മേടിക്കാറുണ്ട്. ചിലപ്പോൾ നനയൂലായിരിക്കും, പക്ഷെ റിസ്ക് എടുക്കണ്ടല്ലോ, വെറുതെ നനയുണ്ടല്ലോ. എന്തായാലും റെയിൻകോട്ട് ഉണ്ട്, അപ്പം പിന്നെ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ പണിയായിരിക്കും, ഫോണ് കാര്യങ്ങളൊക്കെ മൊത്തം നനയും. അതുകൊണ്ട് ഞാൻ റെയിൻകോട്ട് എടുത്തിടാൻ വേണ്ടി പോവാണേ.
ഇനി പോവാട്ടോ. കാരണം എന്തായാലും അറ്റം വരെ എനിക്ക് പോകണം. അറ്റം വരെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് നനഞ്ഞായാലും നനഞ്ഞില്ലെങ്കിലും അറ്റം വരെ പോകണം. സോ ഞാൻ വിചാരിച്ച് എന്തായാലും ഇതിട്ടിട്ട് പോവാന്നുള്ളത്. ബാഗ് ഇതിൻ്റെ ഉള്ളിലിടാം അല്ലേ, അല്ലെങ്കിൽ ബാഗ് നനയൂലേ? ചേട്ടാ അതെന്താ പോവാത്ത ഉള്ളിൽ? ഇതെന്താ ഉള്ളിൽ കയറാത്ത? നോക്കട്ടെ. ഇത് നോക്കി, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഭയങ്കര അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. ഫുള്ള് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നനയും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ റെയിൻകോട്ടെല്ലാം ഇട്ടത്. എല്ലാവരുടെയും മുടിയൊക്കെ നനഞ്ഞിങ്ങനെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് എല്ലാവരും മേടിക്കുന്നുണ്ട്. മേടിച്ചിട്ടാണ് ഇടുന്നത്. ഇവിടെ നോക്ക്, വാവ് എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയേ. ബാക്കിലൊക്കെ കണ്ടോ റെയിൻബോ എല്ലാം ആയിട്ട് ഭയങ്കര രസമുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഏറ്റവും കൂടുതൽ അടിപൊളി. നല്ല തിരക്കുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ. ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേരൊക്കെ ജാക്കറ്റ് ഇടുന്നുണ്ട്, ഇടാത്തവരൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ നല്ല കാറ്റും. ഞാൻ മൈക്ക് പോലും ഇല്ലാണ്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒച്ചയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ നോക്കുന്നത്. ലൈക്ക് യൂറോപ്പിലൊന്നും പോയിട്ട് എനിക്ക് ഒച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര അടിപൊളി ഹോസ്പിറ്റാലിറ്റിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഒഴുകി പോകുന്ന കണ്ടോ, ഒത്തിരി രസമാണ്. എൻ്റെ അമ്മോ, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എന്ത് അടിപൊളിയാണെന്നറിയോ. എവിടെ നോക്കിയാലും നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, കാറ്റിൽ നല്ല തണുപ്പൊന്നുണ്ട് കേട്ടോ. വാവ് അടിപൊളി. അയ്യോ എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയോ. എന്ത് രസമാണ് നോക്കി. ആ റെയിൻബോ ഉണ്ടോ കറക്റ്റ് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. നോക്ക് കണ്ടാ, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ. വാവ്, ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഇവിടെ സ്പേസ് ഇല്ല, അത്രയും കൺജസ്റ്റഡ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നോക്ക്, വാവ് വാവ് അടിപൊളി. എന്ത് രസം നോക്ക്, അടിപൊളി. അങ്ങോട്ട് നോക്കി, എല്ലാവരും ഇത് അവിടെ എല്ലാം അറ്റത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് എങ്ങോട്ടാ നോക്കി നിൽക്കണ്ടേന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. എന്താ പറയണ്ടേന്ന് പോലും അറിയുന്നില്ല. മറ്റേ കണ്ണിന് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുള്ളാണ്. കണ്ടോ, കണ്ണിന് തന്നെ എന്താ പറയാ, കുളിരെന്നൊക്കെ പറയൂലേ. നോക്കി, വാവ് അമേസിങ് അമേസിങ് അമേസിങ്. വാവ്, ശരിക്കും എത്ര ക്ലോസ് ആയിട്ടാ നോക്കി ഇത്രയും വെള്ളച്ചാട്ടം നമുക്ക് കാണുന്ന. എൻ്റെ അമ്മോ അടിപൊളി കേട്ടോ. ഞാനിത് ഒരറ്റത്താണ് നിൽക്കുന്നത്. ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ്. എത്ര ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നറിയോ. വാവ് അടിപൊളി. ബ്രസീലിൽ നിന്നുള്ള വ്യൂ ആണ് അർജന്റീനയേക്കാൾ കൂടുതൽ രസം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബ്രസീലിൽ നിന്നുള്ള വ്യൂ വന്ന് കാണാം. അടിപൊളി, ഒന്നും പറയാനില്ല. എന്ത് രസമാണ്. നമുക്ക് വെള്ളം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ മറച്ചു വെച്ചേക്കുന്നത് കണ്ട. വാവ്, അങ്ങ് ദൂരേക്ക് കുത്തി ഒഴുകുന്നുണ്ട്. ആ ഏരിയയിലുണ്ടോ, ഇവിടെ ഇത്രയും ഭാഗത്ത് കുത്തി ഒഴുകുക ഭയങ്കര ദൂരെയാണ്. അങ്ങോട്ടൊന്നും ആക്ച്വലി കാണാനേ പറ്റുന്നില്ല, അത്രയും നല്ല ദൂരമുണ്ട്. ശരിക്കും നല്ല ഭയങ്കര ഫോഴ്സിലാണ് ഒഴുകുന്നത്. ഇവിടെ നിന്നാണെങ്കിലും അവിടെ നിന്നാണെങ്കിലും ഒക്കെ. ഇത്രയും വീഡിയോയിൽ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇവിടെ വന്ന് നേരിട്ടത് കാണണേ. അത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഫീല് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര അടിപൊളിയാണ്. ഇതിങ്ങനെ ഫുള്ള് മുഖത്തേക്ക് വെള്ളം കൂടെ അടിക്കുന്നതുകൊണ്ട് ശരിക്കും നമ്മൾ അതിലിങ്ങനെ മെൽറ്റ് ആവുന്നൊരു ഫീലുണ്ട്. വാവ് അടിപൊളി. എന്തൊരു സമാധാനം, റിലാക്സേഷൻ എന്നറിയോ. അടിപൊളി അടിപൊളി. വെള്ളം മൊത്തം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഫുള്ള് ബ്ലറായിരിക്കും കേട്ടോ വീഡിയോ. കാരണം വെള്ളം മൊത്തം എല്ലാ രീതിയിലും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അതാണ് സീനി. നമുക്കിതേ അവിടെ പോയിട്ട് ആ അറ്റത്ത് പോയിട്ടൊക്കെ നിൽക്കേ. ആ അറ്റത്തേക്കൊക്കെ പോയിട്ട് നിൽക്കുക. അപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ. ഭയങ്കര സൗണ്ടാണ് കണ്ടോ. ഏതൊക്കെ അറ്റത്തുനിന്ന് വേണമെങ്കിൽ കാണാം നമുക്ക്. പല പല അറ്റത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. അയ്യോ അത് ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റില്ല, നേരിട്ട് കാണണം. നേരിട്ടത് ഫീൽ ചെയ്യണം. ആ തണുപ്പും ആ വെള്ളമൊക്കെ നമ്മുടെ മേത്തടിക്കണം. അപ്പോഴതിൻ്റെ റിയൽ ഫീൽ അറിയാൻ പറ്റുള്ളേ. വാട്ടർഫാളിൻ്റെ തൊട്ട് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കണ്ടോ എന്തോരം നടക്കുന്നത്, എന്തോരം നടന്നിട്ട് ഇവിടെ എത്തിയേ. ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ എന്തോ നടന്ന് ഇവിടെ എത്തിയത്. വാട്ടർഫാൾ മാത്രം 2 കിലോമീറ്റർ ഉണ്ട്. ഇത് അർജന്റീനയിലും ബ്രസീലിലും കൂടെ രണ്ട് ബസ് സൈഡാണ് കിടക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ബ്രസീലിൻ്റെ സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓരോ തട്ടായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് മോളിൽ നിന്ന് കാണാൻ പറ്റും. എൻ്റെ അമ്മോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ അവസരം കിട്ടുവാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും വന്നിരിക്കണം. അടിപൊളിയാണ്, ഒന്നും പറയില്ല. കണ്ടോ എന്ത് രസാ. അതിൻ്റെ ഒരു 0.1% ആണ് ഇവിടുന്ന് നമ്മൾ കാണുന്നത്. നോക്കി എന്തൊരു അടിപൊളിയാണെന്നറിയോ. ഭയങ്കര രസമാണ് കാണാൻ. ശരിക്കും അത് വീഡിയോയിൽ അറിയാൻ പറ്റുന്നില്ലേ, അതാണ് അതിൻ്റെ സത്യാവസ്ഥ. വേണ്ട മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ കയറി അറ്റം വരെ പോവാം. അപ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ ഫുൾ വ്യൂ കിട്ടും കേട്ടോ. നോക്കി ആ വാട്ടർഫോളിൻ്റെ സൗണ്ടാണ് മൊത്തം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. സമാധാനം മാത്രം. ചില സമയത്ത് എനിക്ക് തോന്നും എൻ്റെ ലൈഫ് എന്ത് അടിപൊളിയാണ്. എല്ലാ ദിവസവും പുതിയ ആൾക്കാർ, ഭക്ഷണം, പുതിയ കാഴ്ചകൾ, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാട്ടർഫോൾസ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. തിരിച്ച് ബസ്സിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബസ് ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് അവിടെ നിന്നൊരു 14 കിലോമീറ്റർ ഉണ്ട് എൻ്റെ ഹോസ്റ്റലിലേക്ക് എത്താനായിട്ട്. അത് ഒന്നിലെ ലിഫ്റ്റ് അടിച്ചോ ബസ്സിലോ എങ്ങനെയെങ്കിലുമൊക്കെ പോകണം. ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഡ്യൂട്ടി ഫ്രീയിൽ നടത്തിച്ചിട്ടേ കൊണ്ടുള്ളൂ ഓരോന്ന് മേടിപ്പിക്കാം. അതുപോലെയാണ് ഇതും. അതുണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനെ കൊടുക്കത്തില്ലായിരിക്കും. സെയിം സാധനം നോട്ട് ചെയ്ത് വെച്ചിട്ട് പുറത്തുനിന്ന് മേടിക്കുന്നതാണ് നല്ലത്. ഇവിടെ എന്താ പറയുക, ഇങ്ങനെ പ്രത്യേക രസമായിരിക്കും. ഈ ലൈറ്റിങ്ങും എല്ലാം ആയിട്ട് ഓരോ സാധനങ്ങൾ മേടിക്കാൻ നമുക്കിങ്ങനെ ത്വര വരും. ഇപ്പം ഞാൻ ടൂറിസ്റ്റായിട്ട് ഫുൾ ടൈം ട്രാവലർ അല്ലാണ്ട് ടൂറിസ്റ്റായിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ നിന്നൊക്കെ മേടിക്കാം. പക്ഷെ ഞാൻ 6 വർഷമായിട്ട് ഇപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ട്രാവൽ ചെയ്യണം ഓരോ രാജ്യങ്ങളിൽ. പൈസ എല്ലാം ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. ഇങ്ങോട്ടുള്ള ബ്രസീലിലേക്കുള്ള ഫ്ലൈറ്റ് മാത്രം 48,000 ഇന്ത്യൻ റുപ്യാണ് എനിക്കായത്. ഫ്ലൈറ്റ് മാത്രം ഒരു ഫ്ലൈറ്റിന് മാത്രം പുറത്തേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് വേണം എനിക്ക് പോകാനായിട്ട്. ഇവിടുന്ന് ഇനി പോകലാണ് ഏറ്റവും ടാസ്ക്. എങ്ങനെ പോകും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ഈ വണ്ടിയിലാണ് കേട്ടോ ലിഫ്റ്റ് അടിച്ച് വന്നത്. ഒബ്രിഗാദോ അത് ടാക്സിയിലാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ പാവാള്. ഞാൻ ആദ്യം ഒരു കാറിൽ ലിഫ്റ്റ് അടിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചത് കേട്ടോ. ഞാനിതാ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി ഹോസ്റ്റലാണ് കേട്ടോ. അതെ ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റൽ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ്. നോക്കി നല്ല അടിപൊളി ബെഡ്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഫ്ലഫി ആയിട്ടുള്ള പുതപ്പ്. ഇതെല്ലാം ഞാൻ ആക്ച്വലി ഫുട്ബോളിൽ അർജൻറ്റീന ഫാനാണ്. മെസ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് മൊറോക്കോനെയും ബ്രസീലിനെയും കളി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈവൻ അർജൻറ്റീനയോ പോർച്ചുഗൽ വാട്ടെവർ നമ്മളുടെ ഫാൻ ആണെങ്കിൽ പോലും ഇവിടെ ബ്രസീലിൽ നിൽക്കുമ്പോൾ, ബ്രസീലിൻ്റെ കളി നടക്കുമ്പോൾ ആ ഒരു അഡ്രിനാലിൻ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇവിടെ എല്ലാവരും ഭയങ്കര വൈബായിട്ടായിരിക്കും ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാം. അതെ എൻ്റെ ഹോസ്റ്റലിൽ ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര നൈസായിട്ടുള്ള ഹോസ്റ്റലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പീസ്ഫുള്ളും ആണ്, മൊത്തം അടിപൊളിയാണ്. ഇതിവിടെ എല്ലാം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇരിക്കാൻ ആരുമില്ല. ഞാൻ പെമ്പിള്ളേർ മാത്രമുള്ള ഡോമാണ് എടുത്തത്. പക്ഷെ അവിടെ ആരുമില്ല. ഇന്ന് ഞാൻ മാത്രമേ ഗസ്റ്റായിട്ടുള്ളൂ, വേറെ ആരും ഇല്ല. ഇവിടെ TV വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് കാണാം. പിന്നെ ഇതാ ഇവിടെ എല്ലാം ഇങ്ങനെ കുറേ ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസാണ്. സോ എന്താ ബാംബു എന്ന് പറഞ്ഞ എന്തോ ഹോസ്റ്റലാണ് കേട്ടോ. വഴി എവിടെ ഇതാണ് ഹോസ്റ്റലിൻ്റെ ഒരു ഔട്ട്ലുക്ക്. കണ്ടോ ഇവിടെ കുറേ ഗെയിംസ് കളിക്കാനും പൂൾ കളിക്കാനും എല്ലാത്തിനുള്ള സ്പേസ് ഉണ്ട്. നൈസായിട്ടില്ലേ. ഇവിടെ കഫേ ഉണ്ട്, ഫുഡ് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ ഇവിടെ പൂളുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അവർ പ്രൊജക്ടർ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഈ ഏരിയയിൽ. ഇത് കാണാൻ വേണ്ടിയിട്ട്. ഫുട്ബോൾ 7 മണിക്കാണ്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. ഒരു 1 ഹവറിൽ ഇതാവും. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ സൺസെറ്റ് എല്ലാം ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടോ നോക്ക്. വാവ്. ഇവിടെ പൂളൊക്കെ ഉണ്ട്. പൂളൊന്നും ഒരുപാട് ആഴമൊന്നും ഇല്ല കേട്ടോ.
നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഈ സമയത്ത് ആരും പൂളിലൊന്നും ഇറങ്ങൂല. ഇവിടെ കളി തുടങ്ങിയപ്പോൾ അവിടെയൊക്കെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താ പറയുക, ഞാൻ ഫൈനല് ആഫ്രിക്കൻ കപ്പിൻ്റെ ഫൈനല് മൊറോക്കോയും സെനഗലും ആയിരുന്നു. അത് കണ്ടപ്പോൾ ഓരോ ഗോൾ അടിക്കുന്നതിനും ഭയങ്കര സൗണ്ട് വെച്ചപ്പോൾ അത് ജയിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു സംഭവം ഉണ്ടോ, അത് വേറെ ലെവൽ അഡ്രനാലിൻ തന്നെയാണ് സീരിയസ്ലി. ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ കുക്കിംഗ് ഓരോ പരിപാടിയിൽ തന്നെ നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കുണ്ടോ, എനിക്ക് ഒടുക്കത്തെ തലവേന. ഞാൻ ഒന്നും കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. രാവിലെ തൊട്ട് പാലും മുട്ടയും ഞാൻ വെച്ച് ട്യൂണ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഫുഡ് അവിടെ ഹോസ്റ്റലിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കാമെന്ന്. ഹോസ്റ്റൽ കണ്ടോ, ഫുള്ള് ഗെയിംസ് ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ കളിച്ചെല്ലാം നിൽക്കുവാണെങ്കിൽ ഞാനിത് അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന മാഷ്ഡ് പൊട്ടറ്റോ പിന്നെ എഗ്ഗും ഉണ്ടാക്കി. ഹലോ, ഇന്ന് ഫുള്ളായിട്ട് ഞാൻ റെസ്റ്റ് എടുത്തു. ഇന്നലെ എനിക്ക് എന്താ പറ്റിയെന്നല്ല ഒടുക്കത്തെ തലവേദനയൊക്കെ ആയി. അതുകൊണ്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഇപ്പം ലേറ്റ് ആയിട്ടുണ്ടായി, ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. തലവേദന എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടന്ന് രാവിലെ ഞാൻ എണീച്ചപ്പോൾ ലേറ്റായി. ഞാൻ ഇന്ന് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ചെറിയ ടൗണാണ്, ടൗണൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. പക്ഷെ ഇന്ന് നല്ല തണുപ്പും എന്താ പറയുക ലേസി വെതറായിരുന്നു. കാരണം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ക്ലൗഡി ആയിരുന്നു. അപ്പം ഞാൻ ഇന്നൊരു ഫുൾ ഡേ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്തു. ജസ്റ്റ് പുറത്തൊക്കെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിന് സാധനങ്ങൾ മേടിച്ചിട്ട് ഇവിടുന്ന് തന്നെ ബ്രെഡും ജാമും അങ്ങനെയൊക്കെ കഴിക്കുകയാണ് ചെയ്തത്. ലൈക്ക് സ്പ്രെഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, കിറ്റ്കാറ്റിൻ്റെ സ്പ്രെഡൊക്കെ ഉണ്ടായി, അതൊക്കെ മേടിച്ചിട്ട് ഞാൻ കഴിച്ച്. അത് ഓൾറെഡി ബാലൻസ് ബാക്കി വെച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ റെസ്റ്റ് എടുത്തു. സോ നാളെ മോർണിംഗ് ട്രാവൽ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.